ഗർഭാശയം വിട്ടത് മുതൽ സഫറാണ്, അടുത്തുള്ള ക്യാമ്പ് സഹോദര ഖബറാണ്. ഉമ്മാന്റെ ഗർഭാശയം വിട്ടത് മുതൽ നമ്മൾ സഫറിലുണ്ട്. മുസാഫിർ ഹേ, 3 നാളത്തെ ദുനിയാവ് മുസാഫിരിങ്ങളാണ്. നമ്മളെ സഫർ ഉണ്ടാവാനുണ്ട്, നമ്മളെ സഫർ തീരാനുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കുന്നവരാൻ. ആരും മരിക്കാതെ ബാക്കിയില്ല. മരണത്തെ തടയാൻ ഒരു യന്ത്രക്കാരനോ മന്ത്രക്കാരനോ സാധ്യമല്ലോ. മരണത്തെ തടയാനുള്ള മന്ത്രമുണ്ട്. എന്നൊന്ന് തടയാൻ പറ്റില്ല, സാധ്യല്ല. അസ്രായേലിനെ തടയാനോ മൗത്തിനെ തടയാനോ കഴിയില്ല മക്കളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖൈറായ നിലക്കുള്ള മരണം നൽകട്ടെ, മരിക്കുമ്പോൾ ഈമാൻ നൽകുമാരാകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, കഴിഞ്ഞ വർഷമോ മുന്നത്തെ വർഷമോ അറിയുന്നില്ല, ഈ സമടുക്ക ഇവിടെ വന്നപ്പോ ഇന്ന് ഞങ്ങൾ ചോറ് വേയിച്ച അവിടത്തെ വീട്ടിൽ ഞാൻ പോയിരുന്നു. അവിടെ ഒരു ഉമ്മയുണ്ടായിരുന്നു, എപ്പോഴും ഖുർആൻ ഓതുന്ന ഉമ്മ, ഒരു ഉപ്പ. അല്ലാ, ഇന്ന് കാണാനില്ല. അല്ലാ, അവിടത്തെ ഖബർ നീ വെളിച്ചമാക്കി കൊടുക്കല്ലാ, സ്വർഗ വളപ്പാക്കല്ലാ. അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരുടെ മരണപ്പെട്ടു പോയി. ജലീലടക്കമുള്ള ഒരുപാട് ചെറുപ്പക്കാർ. അല്ലാഹുവേ, ഖബർ നീ വെളിച്ചമാക്കണം അല്ലാ, സ്വർഗ വളപ്പാക്കണം അല്ലാ. ഇതിന്റെ മിഥിൽ സവാബ് അവർക്ക് നീ എത്തിച്ചു കൊടുക്കണം അല്ലാ. ഇന്ന് നമുക്ക് നല്ല ഭക്ഷണം വീട്ടിൽ നിന്ന് കിട്ടി, നല്ല ആഹാരം തന്നു, നല്ല ഫ്രൂട്ട്സും തന്നു റബ്ബേ. അല്ലാ, അതിന്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകി സ്വർഗത്തിലും എല്ലാ ഭക്ഷണം നൽകണം അല്ലാ. അവിടുത്തെ ഉണ്ടാക്കിയ പെണ്ണുങ്ങൾക്കും ഉമ്മക്കും ആഫിയത്തും ആരോഗ്യം ആയുസ്സും നൽകണമല്ലാ. ഗൾഫ് ജീവിതത്തിൽ ബർക്കത്ത് നൽകണമല്ലാ. അല്ലാഹുവേ, അസൈനാചാക്ക് നല്ലൊരു വീടുണ്ടാക്കാനുള്ള സമ്പത്ത് നീ നൽകണമല്ലോ, സമ്പത്ത് നൽകണമല്ലോ. അതുപോലെ വീടില്ലാത്ത മുഴുവൻ ആൾക്കാർക്കും വീടുണ്ടാക്കാനുള്ള സമ്പത്ത് നൽകണമല്ലോ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണമല്ലോ. മുഅ്മിനുകളെ, നമ്മൾ മുസാഫിരീങ്ങളാണ്, നമ്മൾ ദുനിയാവിൽ സഫറിലാണ്. നമ്മളെ സഫർ എപ്പോഴാണ് ഉണ്ടാവുക, നമ്മളെ സഫർ എപ്പോ തീരുക ആർക്കും അറിയില്ല. 65 വയസ്സുള്ളവരുണ്ട്, 75 വയസ്സിൻ്റെവരുണ്ട്, 80-ൻ്റെവരുണ്ട്, 30-ൻ്റെവരുണ്ട്, 40-ൻ്റെവരുണ്ട്. സുബ്ഹാനല്ലാഹ്, അറിയില്ല ആരുടെ മരണമാണ് മുമ്പ്, ആരുടെ മരണമാണ് പെട്ടെന്ന്. പെട്ടെന്നുള്ള മരണത്തിൽ നമ്മൾ അല്ലാഹുവെ കാക്കണം അല്ലാ. നമ്മളെ മക്കളെ തീവാക്കിയ നിലക്കുള്ളൊരു മരണം ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. മുഅ്മിനുകളെ, ആരാണ് എപ്പോഴാണ് മരിക്കുന്നത്? ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ. സുബ്ഹാനല്ലാഹ്, എവിടെയായാലും ഏത് പാറാവുകാരന്റെ മുൻപിലായാലും നമ്മളെ കാൽക്കാൻ ആരുണ്ടെങ്കിലും മരണം വരുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹ്, നമ്മൾ ഒരു നാൾ മരിക്കുന്നവരാണ്. നമ്മളുടെ മരണം വലദത്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ. നമ്മളെ ഉമ്മ പ്രസവിക്കുമ്പോ റബ്ബേ എല്ലാവരും ചിരിക്കുകയാണ്, എനിക്കൊരു കുട്ടി വന്നല്ലേ. കുട്ടിയില്ല കുട്ടിയില്ല എന്നാകുമ്പോ, അതാ ഒരു പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയായിട്ട് പ്രസവിക്കുമ്പോ മോക്കൊരു കുട്ടി ഉണ്ടാകുമ്പോ ഭാര്യക്കൊരു കുട്ടി ഉണ്ടാകുമ്പോ എന്തൊരു സന്തോഷമാണ്. പക്ഷേ ആ വരുന്ന കുട്ടി എങ്ങനെയാണ് വരുന്നത് അറിയോ?
وفي قبضك في الطفل عند ولادتي دليل على الحرص المركب في الحي. കൈ ചുരുട്ടി പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ടാണ് ഭൂമിയിലേക്ക് വരിക, അല്ലേ? ഏത് കുട്ടിയും ഭൂമിയിലേക്ക് വരുമ്പോ കരഞ്ഞുകൊണ്ട് വരുന്നു. മനുഷ്യന്മാരെല്ലാം അതിന്റെ ചുറ്റുഭാഗത്തെ അജ്ജിയും അജ്ജാമാറും ഉമ്മമാരും പെങ്ങന്മാരും ചിരിക്കുകയാണ്, കുട്ടി ജനിച്ചല്ലേ എന്നൊരു സന്തോഷം. അതുകൊണ്ട് അല്ലാഹ് മുഅ്മിനീകളെ മഹാൻ പറയുന്നു, ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫി ഹാലി മൗതിക അല്ലാഹികം മസ്റൂറാ. മോനെ, നീ ഭൂമിയിലേക്ക് വരുമ്പോ കരഞ്ഞോണ്ട് വന്നിനെങ്കിൽ പോകുമ്പോ നിന്റെ അനുയായികൾ മരണത്തിന്റെ വിഷയത്തിൽ കരയുമ്പോൾ എന്റെ മോന് മരിച്ചല്ലോ, എന്റെ വാപ്പ യാത്രയായല്ലോ, വേദനിച്ച് കരയുമ്പോ മോനെ നീ ചിരിച്ചിട്ട് മരിക്കണമെന്ന് മഹാന്മാർ നമ്മെ അറിയിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല നല്ല പ്രവർത്തനം ചെയ്തിട്ട് ആരെയും ഫിത്നയാക്കാതെ, ആരോടും അസൂയ വെക്കാതെ, ആരോടും അരിശം വെക്കാതെ ഹക്ക് പോലെ പ്രവർത്തിച്ചിട്ട് ഈമാനോടെ മരിച്ചിട്ട് സന്തോഷത്തോടെ ചിരിച്ചു മരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ആ മരണവേളയിൽ മരിക്കുന്ന സമയത്ത് നമ്മളെ ചുറ്റുഭാഗത്തെല്ലാം കരഞ്ഞിട്ട് ഭാര്യ കരയുന്നു, ഭർത്താവ് മരണപ്പെടുമ്പോ സുഹാദര മരണപ്പെടുന്ന സമയത്ത് ഭാര്യ കരയുന്നു എന്ന് മാത്രമല്ലാതെ എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകണ്ട, എൻ്റെ ഭർത്താവിനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കാം, ഒരു ഗ്ലാസ്സിൽ വെച്ചാ മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറയാറുണ്ട്? എൻ്റെ ബാപ്പനെ കൊണ്ടുപോകണ്ട, എൻ്റെ ബാപ്പനെ നോക്കിയിട്ട് മതിയായിട്ടില്ല, ബാപ്പയോടെ ഇരിക്കട്ടെ. ഇല്ല, മരിച്ചാൽ ഉടനെ പറയുന്നത് ബാപ്പയായാലും മൂത്തോനായാലും അനിയനായാലും ജ്യേഷ്ഠനായാലും ഭാര്യയായാലും എല്ലാവരും വിളിച്ചു കേൾക്കുന്നെന്തോ, എപ്പ അടക്കുന്നേ, എപ്പ കബറ് അടക്കുന്നേന്ന് കേൾക്കുന്നേ, അല്ലേ? അല്ലേ ഉസ്താദ്? എപ്പോ കബറ് അടക്കുന്നേ? കബറിനെ കൊണ്ടുപോകുന്ന ഒരു ഫാസ്റ്റ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ, മരിക്കുമ്പോ ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ കബറിലേക്ക് പോയാൽ മോനെ, നിന്നെ കബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാൽക്കാലിലെ കട്ടിലിൽ നിന്നെ പുറത്തു കൊണ്ടുപോകുന്നു റബ്ബേ. അനിയനും ജ്യേഷ്ഠനും ഉപ്പയും മക്കളും കൂടിയിട്ട് അതാ മയ്യത്ത് കട്ടിലിനെ പിടിച്ചു കൊണ്ടുപോകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ, ലാ ഇലാഹ അല്ലാഹ്. മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിട്ട് മയ്യത്ത് കട്ടിലിനെ കൊണ്ടുപോയി പള്ളിയിൽ വെച്ചിട്ട് നിസ്കരിച്ചു. എന്നിട്ട് ഖബറിന്റെ അരികിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഖബർ താഴ്ത്തുകയാണ്. മുഅ്മിനേ, ആ ഖബറിൽ നിനക്കാരുണ്ട് മോനെ? നിന്റെ ചങ്ങായി വന്നിട്ട് ചെന്ന, ഞാനും എൻ്റെ ചങ്ങായിന്റെ കൂടെ പോയിട്ട് കിടക്കുന്ന റബ്ബേന്ന് ഒരു ചങ്ങായും ചെല്ലാറില്ല. ഭർത്താവ് ചെന്ന് എൻ്റെ ഭാര്യ ഒറ്റക്ക് കിടക്കുന്നല്ല, അവർക്ക് പേടിയാന്നെന്ന ഞാൻ പോയിട്ടൊന്ന് കിടക്കട്ടെ, ചെല്ലാറില്ല. ഉപ്പയോട് ഉമ്മ കിടക്കലില്ല, ഭാര്യയോട് ഭർത്താവ് ഖബറിൽ കിടക്കലില്ല. ഒറ്റക്കാണ് അവിടെ കിടത്തമല്ല. അവിടെ നിനക്ക് ആള് വേണ്ടേ മോനെ? ആ ഖബറിൽ നേരം പോക്കാക്കുന്ന ആള് വേണ്ടേ? സന്തോഷിക്കാൻ ആള് വേണ്ടേ? അതുകൊണ്ടല്ലേ ബീബി ഫാത്തിമ, ബീബി ഫാത്തിമ, ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ മണിയറയിൽ ചെന്നപ്പോൾ വീട്ടിൽ കൂടുന്ന ഒരവസ്ഥ നോക്ക്. ഇപ്പൊ വീട്ടിൽ കൂടുന്ന അംഗവികളായിട്ട് പോന്നെ, പുതിയാപ്പിള പിരാന്തനായിട്ട് പോന്നെ. സുബ്ഹാനല്ലാഹ്, JCB കൊണ്ടുവന്നവനെ ഹംക്കിനെ പുതിയാപ്പിളിനെ കൊണ്ടുവന്നേരാ JCB മയ്യത്ത് കട്ടിലിൽ പുറത്തുകൊണ്ടല്ല പോന്നെ. റബ്ബേ, ഒരു വീട്ടിൽ കൂടാൻ പോകുമ്പോ അതെല്ലാം ഇപ്പൊ ചെല്ലുന്ന സമയമില്ല. വീട്ടിൽ കൂടാൻ പോകുമ്പോ അള്ളാന്റെ റസൂൽ ചൊല്ലിയതെങ്ങനെ? ഫൽയുസല്ലി റക്അത്തൈൻ മുഹമ്മദ് മുസ്തഫ
വീട്ടിൽ കൂടാൻ പോകുമ്പോ പുതിയാപ്പിളെ നീ 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. പുതിയ പെണ്ണെ നീ 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തിനാ? ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നതല്ലേ. അല്ലാ ദാമ്പത്യ ജീവിതം ഖൈറിലാക്കണം അല്ലാ. ജനിക്കുന്ന മക്കൾ നന്നാക്കണം അല്ലാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. സുബ്ഹാനല്ലാഹ്. അർത്ഥമുള്ള ദുആല്ലത്. ദാമ്പത്യ ജീവിതം ഖൈറിലാകാനും ഭാര്യന്റെ സന്തോഷം കിട്ടാനും ഭർത്താവിന്റെ സന്തോഷം കിട്ടാനും മക്കള് നന്നാവാനുള്ള ഏറ്റവും നല്ലത്. എൻ്റെ മുഅ്മിനുകളെ, അല്ലാഹ് നമ്മളെ കൊണ്ടുപോകുന്ന ഖബറില് ആ ഖബറിനെ ഭയപ്പെട്ടുകൊണ്ടാണ് ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ മണിയറിൽ വെച്ച് കരഞ്ഞതല്ലേ. അലി റളിയല്ലാഹു അൻഹു ആകുന്ന പുതിയ പിള വരുന്നു, പുതിയ പെണ്ണാകുന്ന ബീബി ഫാത്തിമാനെ കാണാൻ റളിയല്ലാഹു അൻഹാ. അല്ലാഹ് വരുന്ന സമയത്ത് ഫാത്തിമ ബീബി കരച്ചിലാണ്, കരയുകയാണ്. എന്തിനാണ് കരയുന്നത് മോളെ? നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതിൽ വിഷമമുണ്ടോ? ഞാനൊരു പാവമാണ്, ഒട്ടകത്തിന് പുല്ല് പൊരിച്ചിട്ട് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കുന്നവനാണ് മോളെ ഫാത്തിമ. ഈ മണിയറിൽ നല്ല ബിരിയാണി തിന്നാനുള്ള അവസരം എൻ്റെ കയ്യിലില്ല, അതിനുള്ള സമ്പത്ത് എൻ്റെ കയ്യിലില്ല, നല്ലൊരു സാരി കൊണ്ടുവരാൻ എൻ്റെ കയ്യിൽ ഒരു പണവുമില്ല, ഞാനൊരു മിസ്കീനാ. അത് ഓർത്തിട്ടാണോ നീ കരയുന്നതെന്ന് കേൾക്കുമ്പോ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞതെന്തറിയോ? യാ അലി എന്നവരെ, ഞാൻ കരയുന്നത് വേറൊന്നുമല്ല, നിങ്ങളെ ഓർത്തിട്ടുള്ള കരച്ചിലല്ല. ഒരു ഭാര്യ ഭർത്താവിന്റെ ജീവിതം ഏതൊരു പെണ്ണും ഭർത്താവിന്റെ പൊരുത്തത്തോടെ മരിച്ചെങ്കിൽ സ്വർഗമല്ലേ. അല്ലാഹു നമ്മളെ പെണ്ണുങ്ങളും ഞങ്ങളെയും അല്ലാഹു സ്വർഗത്തിലാക്കട്ടെ. ഭാര്യ ഭർത്താക്കളുടെ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. എൻ്റെ ഗിരിസം ഏറ്റി തരുമാറാകട്ടെ. എൻ്റെ മുഅ്മിനുകളെ, ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, അലി തങ്ങളെ, ആ വിഷയത്തിലുള്ള കരച്ചലല്ല എൻ്റെ കരച്ചല്. എൻ്റെ പിതാവായ ഹബീബായ ലോകത്തിൻ്റെ നേതാവായ കാരുണ്യത്തിൻ്റെ കടലായ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബീബി ഫാത്തിമ, ഈ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞാൽ ഖബറിലേക്ക് കൊണ്ടുപോയാൽ ആദ്യത്തെ വീട് അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആദ്യത്തെ വീട് ഖബറാണ് മോളെ. അവിടെ രക്ഷപ്പെട്ടാൽ എല്ലാം രക്ഷയായി മോളെ. ഖബർ ഭയാനകമാണ് മോളെ. എനിക്ക് ഈ മണിയറയിൽ ഖബറിന്റെ ഓർമ്മ വന്നുപോയി. മണിയറയിൽ ഖബറിന്റെ ഓർമ്മ വന്ന് നമ്മളെ പെണ്ണ് വീട്ടിൽ പാർലറിൽ പോയിട്ട് പൈൻ്റ് എടുത്തിട്ടേ ഇല്ല, ഉഹുർ നിസ്കരിച്ചിട്ടില്ല, അസർ നിസ്കരിച്ചിട്ടില്ല, ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് പോകുമ്പോൾ കൂടി നിസ്കരിച്ചിട്ടില്ല. എന്തേ ഉമ്മ ചെല്ലി അത് എടുത്തിട്ടുണ്ടാ? പെയിന്റ് എടുത്തിട്ടുണ്ടാ? മുഖം ചന്ത കാണയല്ല, ഉതു എടുത്തിട്ടുണ്ടാ? നിസ്കരിച്ചിട്ടുണ്ടാ? പിന്നെ നമുക്ക് നിസ്കരിക്കാം. എപ്പാ ബക്കണ്ട തെരന്റെ പീരത്ത് കൊടുക്കും ഉമ്മക്ക്, അള്ളാഹ് കൊടുത്തിട്ടുണ്ടാ? ചെല്ലിയത് ഞാൻ. ഒരു ഉമ്മ മോളോട് വസിയത്ത് ചെയ്യാൻ പാടുണ്ട് അങ്ങനെ നിസ്കരിച്ചിട്ട്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ദുആർന്നിട്ട് നീ പോ മോളെ, നിന്റെ ഭർത്താവിനെ കാണാൻ ചെല്ലണ്ടേ. ഇതങ്ങനൊന്നുമല്ല. വീട്ടിൽ പാർലറിൽ പോയിട്ട് പൈൻ്റെല്ലാം കൊടുത്തേനി, ലിപ്സ്റ്റിക് പ്ലാസ്റ്റിക് അത് ഇതല്ല. ഇത് എടുത്തിട്ടുണ്ടാ? നിസ്കരിച്ചിട്ടുണ്ടാ? അങ്ങനെ ഭാര്യ ഭർത്താക്കൾ സമ്പർക്കം കഴിഞ്ഞിട്ട് മൂപ്പർ കുളിക്കാൻ പോയി. മൂപ്പർ കുളിച്ചിട്ട് വന്നിട്ട് മോൾ കുളിക്കാൻ പോയി.
ഓള് കുളിച്ചിട്ട് വരുമ്പോണ്ടല്ലേ കാക്ക കുളിച്ചാൽ കൊക്കാകയില്ല എന്ന് കേട്ട കാക്ക കുരങ്ങാണ് കാക്ക കാക്ക തന്നെ ഇത് കളർ പോയിട്ടാ പണ്ടത്തെ പോലെ തന്നെ ഓ നോക്കിട്ട് നീ ആരനെ നിങ്ങൾ ഓളു എന്റെ ഓളു എന്റെ ഓളത്തെ ചന്ത ഉണ്ടായി അത് ഞാൻ ഫൈൻറ്റെല്ലാം കൊടുത്തിട്ടുണ്ട് അതെല്ലാം പോയിട്ടാകുമ്പോ ഇങ്ങനെ ആയത് ഓ അങ്ങനെ പോയ പുതിയ പോലെ പിന്നെ വന്നിട്ടില്ല അതിന് വേണ്ടി ഫൈൻറ്റ് കൊടുത്തിട്ടുണ്ട അതേ ജീവനത്തിൽ മതി അതേ ചന്തത്തിൽ അല്ലാഹു നിനക്ക് തരും തുണ തരും പുതിയ ആപ്പിള തരുമെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമ്മളെ പെണ്ണുങ്ങളെ ഖൈറിലാക്കട്ടെ നമ്മളെ പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളുണ്ടെങ്കിൽ നല്ല പുതിയ ആപ്പിളമാർ നൽകട്ടെ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു എനിക്ക് ഖബറിന്റെ ഓർമ്മ വന്നുപോയി മണിയറയിൽ അങ്ങ് ഇത് കേട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു അറിയാൻ തുടങ്ങി നോക്കി ഖബറിനെ പൊടിച്ച് ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടം വാവിട്ട് നീ കരയേണ്ടതാ ഖബറെന്ന് കേട്ടാൽ കരയേണ്ടതല്ല മുഅ്മിനീങ്ങളെ ഖബർ എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ഭയാനകമായ സ്ഥലമല്ലേ അങ്ങനെ പേടിച്ച് രണ്ടുപേരും കരഞ്ഞ് 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 തറക്കാ ഫിറാശഹുമാ വഖാമാ ഫിദ്ദുജാ യതലദ്ദദാനി ബിതഅത്തിർ റഹ്മാനി തറക്കാ ഫിറാശഹുമാ രണ്ടാളും വീർപ്പ് വലിച്ചെറിഞ്ഞ് അവർക്ക് വിരിപ്പ് വേണ്ട കിടക്ക വേണ്ട മെത്ത വേണ്ട ഒന്നും വേണ്ട ഇരുൾ മുറിയിൽ അവർ രണ്ടുപേരും നിസ്കരിക്കാൻ തുടങ്ങി സുബ്ഹാനല്ലാഹ് മണിയറയിൽ വെച്ച് നിസ്കാരം തുടങ്ങി റഹ്മാനായ അല്ലാഹുവിനെ കൊണ്ട് സന്തോഷിക്കാൻ തുടങ്ങിയവർ ആ മണിയറയിൽ നിസ്കാരമാണ് തുടങ്ങിയവർ ഈ നശ്വരമായ ദുനിയാവിനെ വലിച്ചെറിഞ്ഞിട്ട് ആഖിറത്തെ തടഞ്ഞെടുത്തു ഖദ് അഫ്ലഹ മൻ തദക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല ബൽ തുസിറുന ഹയാത്തുദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖ പരലോകമാണ് ഏറ്റവും ഖൈറായ ജീവിതം അല്ലാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ അപ്പോൾ മണിയറയിൽ പോലും ഖബറിനെ പേടിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഖബറിൽ സലാമത്ത് വേണ മഗ്രിബ് നിസ്കരിയത് മുഹമ്മദ് മുസ്തഫ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അപ്പൊ ഖബറിലെ സലാമത്ത് വേണ മഗ്രിബ് നിസ്കരിക്കണം ഉമ്മമാരെ മഗ്രിബ് ഒഴിവാക്കണ്ട ഒന്നും ഖളാക്കണ്ട അപ്പൊ മൂന്ന് നിസ്കാരത്തിന് മഹത്വം ഞാൻ